കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിൽ ബ്രദർ, സിസ്റ്റർ സുവിശേഷ വേലയിൽ വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ഭവനമാണല്ലോ. ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാനും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം ഒരല്പസമയം ഇവിടെ ശുശ്രൂഷിപ്പാനും ദൈവം നൽകുന്ന നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിന് നന്ദിയും മഹത്വവും എല്ലാം ഞങ്ങൾ കരയേറ്റുന്നു. നമുക്കറിയാം, ഇന്ന് വൈകിട്ട് വളരെ മഴയുടെ പ്രതിസന്ധി ഉണ്ട്. എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് ഈ സന്ധ്യയിൽ ആ മഴയൊക്കെ അവഗണിച്ച് ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങളെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പാട്ടുകളിലൂടെ പ്രിയ കുഞ്ഞുങ്ങൾ ഇവിടെ പാടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു സന്ദേശം പാട്ടിലൂടെയൊക്കെ നാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ നാം ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരുങ്ങിയിരിക്കുവാനാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും. ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം ഇവിടെയുള്ള ഓരോരുത്തരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിനും ഉദ്ധാരണത്തിനും കാരണമാകട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം മനസ്സിലാക്കുന്നത് പോലെ വല്ലാത്ത ഒരു കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യൻ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലാതെ നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടമാണ്. എവിടെയാണ് മനുഷ്യൻ ഇന്ന് സമാധാനവും സന്തോഷവും ഉള്ളത്? ഏത് വീട്ടിലാണ് മനുഷ്യന് സമാധാനത്തോടെ ഇന്ന് ഉറങ്ങുവാൻ കഴിയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യൻ ഇത്രയും സമ്പന്നരായിട്ടുള്ള, മനുഷ്യൻ ഇത്രയധികം ദാരിദ്ര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. നമുക്ക് നല്ല വസ്ത്രമുണ്ട്, നല്ല ആഹാരമുണ്ട്, നയനമനോഹരമായ നല്ല പാർപ്പിടങ്ങൾ നമുക്കുണ്ട്, അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസുകൾ ഓരോ മനുഷ്യനുമുണ്ട്. എങ്കിലും ഇന്ന് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള നല്ല സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. നല്ല വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. എഴുത്തും വായനയും അറിയത്തില്ലാത്ത, എന്ന് വെച്ചാൽ കേരളത്തിലെ ജനത്തിന്റെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവലിലേക്ക് ഇന്ന് വളർന്നു കഴിഞ്ഞു. നോക്കുക, നമുക്ക് വിദ്യാഭ്യാസം നന്നായിട്ടുണ്ട്. വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. രണ്ടാമതെന്ന് പറയുന്നത്, നാം എല്ലാം മനസ്സിലാക്കിയതുപോലെ ആരോഗ്യരംഗത്ത് നാം വളരെയധികം കുതിച്ചുചാട്ടം നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം മറ്റുള്ളവരാൽ നമ്മെ ശ്ലാഘിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് കുടുംബജീവിതത്തിൽ നാം കാണിക്കുന്ന വിശ്വസ്തത. കുടുംബത്തിന്റെ സംവിധാനം കേരളത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അടങ്ങിയ ആ കൂട്ടുകുടുംബം വളരെ അനുഗ്രഹമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ. എന്നാൽ ഇന്ന് ഏറ്റവും അധികം നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. രാവിലെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ വൈകിട്ട് കുടുംബ കോടതിയുടെ മുമ്പിൽ അപേക്ഷ കൊടുത്ത് തുടർ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. കുടുംബ കോടതികൾക്ക് പോലും പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത കേസുകൾ പെരുകി കെട്ടിക്കിടക്കുന്ന കോടതികൾ പോലും കൈമലർത്തുകയാണ്. നമുക്കറിയാം, നാം മനസ്സിലാക്കുന്നത് പോലെ ഏറ്റവും അധികം മദ്യപാനികളെ കൊണ്ട് ഇന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പണ്ടൊക്കെ പ്രായമുള്ളവരാണ് മദ്യപാനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഇന്ന് അത് പൈതങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്. UP സ്കൂൾ തലത്തിൽ, എന്തിനേറെ പറയുന്നു LP സ്കൂൾ തലത്തിൽ പോലും ഇന്ന് പലയിടങ്ങളിലും കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്നു. വെറും ഒരു കള്ളുകുടി അല്ലെങ്കിൽ മദ്യപാനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അതേ മയക്കുമരുന്നിന്റെ ഭീകരമായ കരങ്ങൾ നമ്മുടെ തലമുറകളെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നു. കേവലം അല്പം കള്ളോ അല്ലെങ്കിൽ അല്പം മദ്യമോ ഒക്കെ കുടിച്ചിരുന്ന കാലത്തിൽ നിന്ന് പോയി ഇന്ന് ഹൈടെക് ആയിട്ടുള്ള ലഹരി സംവിധാനങ്ങളാണ് നമ്മുടെ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ, നമ്മുടെ സമൂഹ തലങ്ങളിലൊക്കെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വ്യാപകമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീരദേശ പ്രദേശത്ത് ഞങ്ങൾ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മാതാവ് ഓടി വന്നിട്ട് പറഞ്ഞു, എന്റെ ഉപദേശി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. എന്താണെന്ന് കാര്യം
ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ മദ്യപാനം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അവൻ എന്താണ് പറയുക, ഈ നാക്കിനടിയിൽ വെക്കുന്ന അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക്, തമ്പാക്ക് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും ചാരായത്തിനുമൊക്കെ അടിമപ്പെട്ട് തകരുന്ന അനുഭവം. ഒരുപക്ഷെ നമ്മള് ഒരു ഗ്രാമപ്രദേശത്തിൽ നാം പാർക്കുന്നത് കൊണ്ട് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പട്ടണ പ്രദേശങ്ങളിൽ അതേ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആളുകൾ, കുഞ്ഞുങ്ങളടക്കം മയക്കുമരുന്നുകൾക്കും പല ആളുകൾ അടിമത്തത്തിൽ കിടക്കുകയാണ്. പല കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ആളുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ആസന്നിഗ്ധമായിട്ട് വിളിച്ചു പറയുന്നു. അതുകൊണ്ടാണ് അല്പസമയം ഇവിടെ നിന്ന് ഞങ്ങൾ ഈ പറയുന്ന ദൈവത്തിന്റെ വചനം ഇതൊരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് കണക്കാക്കരുതേ, ഇതൊരു മതത്തിന്റെ പ്രസംഗമായിട്ട് കണക്കാക്കരുതേ, ഇതൊരു സംഘടനയുടെ സന്ദേശമായിട്ട് കണക്കാക്കരുതേ. ഏതു മനുഷ്യനെയും തികഞ്ഞവനാക്കുവാൻ, ഏതു മനുഷ്യന്റെ ഉള്ളിലും ദൈവിക സമാധാനം തരുവാൻ ദൈവത്തിന്റെ വചനമാകുന്ന ഈ വചന പ്രഘോഷണത്തിന് കഴിയും. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷെ പല കുടുംബങ്ങളിലും നിരാശകളും സങ്കടങ്ങളിലും, ആശുപത്രികൾക്ക് അത് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത മെഡിസിന് അത് ചെയ്തു തീർക്കുവാൻ കഴിയാതെ വണ്ണമുള്ള രോഗത്തിൽ അനേകയാൾ പിടിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, കുടപ്പറപ്പെ ഇവിടെ കേൾക്കുന്ന ദൈവവചനത്തിന് താങ്കളെ നിശ്ചയമായിട്ടും വിടുവിക്കുവാനും സമാധാനിപ്പിക്കുവാനും ജീവിതത്തിലെ സകല ആവലാദികൾക്കും ആശ്വാസം പറയുവാനും കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ അതിന്റെ ദൃക്സാക്ഷികളും ഞങ്ങളൊക്കെ അനുഭവസ്ഥരുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അധികമായി മുൻപോട്ട് അങ്ങനെ പറഞ്ഞു പോകാതെ ഞാൻ കാതലായ ഒരു വിഷയം പറഞ്ഞ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ ഇന്ന് ലോകത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല വിഷയങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ, ജോലിക്ക് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, എല്ലായിടത്തും മനുഷ്യൻ കാത്തിരിപ്പിലാണ്. എന്നാൽ ദൈവവചനം പരിശോധിക്കുമ്പോൾ എന്തിനാണ് ഒരു മനുഷ്യൻ കാത്തിരിക്കേണ്ടത്? എന്താണ് കാത്തിരിപ്പിനൊടുവിൽ ഇവിടെ നടക്കുവാൻ പോകുന്നത്? ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു മതത്തിനുണ്ടാകാൻ പോകുന്ന ഉണർവല്ല, ഒരു സംഘടനയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ചയല്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ മുഴുവൻ ഭരിക്കുവാൻ പോകുന്ന ഒരു വലിയ സംഭവത്തിനല്ല ഇന്ന് ലോകം കാത്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം കാത്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതെന്താണ് ആ കാര്യം? അതൊന്നും മറ്റൊന്നുമല്ല, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് വേണ്ടിയാണ് ലോകം ഇന്ന് കാത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സന്ദേശത്തിന്റെ കാതലായ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വീണ്ടും വരാൻ പോകുന്നു എന്നുള്ള സദ്വർത്തമാനമാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഷോർട്ടായി, ഏറ്റവും ചെറുതായിട്ട് ഞാൻ ആ സന്ദേശം ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ. എന്താണ് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന്റെ പ്രത്യേകത? യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് എന്ന് പറയുമ്പോൾ അത് കർത്താവ് ഒരിക്കൽ വന്നുവെന്നും അതിനുശേഷമുള്ള ഒരു വരവിനെയാണ് വീണ്ടും എന്ന പദം കൊണ്ട് നാം ഉപയോഗിക്കുന്നത്. എന്താണ് കർത്താവിന്റെ വരവിന്റെ പ്രത്യേകതകൾ? കർത്താവിന്റെ വരവിന് മൂന്ന് തലങ്ങളുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ വീണ്ടും വരവെന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്. എന്താണ് യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിന്റെ ഉദ്ദേശം? യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? ദൈവവചനം പഠിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. എല്ലാവരും പാപം ചെയ്തു എന്നുള്ളൊരു വാക്കാണ് ബൈബിളിൽ അതേ കൊടുത്തിരിക്കുന്നത്. എന്താണ് എല്ലാവരും പാപം ചെയ്തെന്ന് പറയുമ്പോൾ? ദൈവം പറഞ്ഞതാണെങ്കിൽ അത് സത്യമാണ്. അപ്പോൾ ആളുകൾ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല,
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപവുമില്ല. ഞങ്ങള് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ആർക്കും ഒരു ദോഷവും ഞങ്ങൾ ചെയ്യുന്നില്ല. പാവങ്ങൾക്ക് ചോറ് കൊടുത്തും, അതേ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തിയും, പാവങ്ങൾക്കൊക്കെ വീട് വെച്ചു കൊടുത്തും ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സമ്പത്തിന്റെ ഒരു ഭാഗമൊക്കെ ചെലവാക്കി ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പാപമില്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. ഒരു കൂട്ടർക്കറിയാം തങ്ങൾ പാപികളാണെന്ന്. അവർ പാപത്തിനു വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കർമ്മമാർഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാൻ ധൈര്യപ്പെടട്ടെ, മതങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാപം എന്ന് പറയുന്ന ആ കാര്യത്തിനുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്ന ആ പ്രായശ്ചിത്തമാണ് ഒരു മതത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? മതങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് പാപികളാണ്. അതൊരു മതമല്ല, എല്ലാ മതവും പറയുന്നുണ്ട് നീ പാപിയാണ്, നീ പാപിയാണ്. മതം പറയുന്നു പാപത്തിന് ഞങ്ങൾ പരിഹാരം വരുത്താം, ഞങ്ങൾ പറയുന്ന പരിഹാര ക്രിയകൾ നീ ചെയ്താൽ മതി. അപ്പോൾ പാപത്തിന് അവർ പരിഹാരം വരുത്തുവാൻ പലവിധ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യൻ പാപികളാണെന്നാണ്. പക്ഷെങ്കിൽ പാപത്തിന് നിരന്തരം പരിഹാരം ചെയ്തിട്ടും മനുഷ്യന്റെ പാപം പരിഹരിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടല്ലേ ഈ വർഷം നമ്മൾ പാപത്തിന് പരിഹാരം ചെയ്യുന്നു, വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ പരിഹാരം ചെയ്യുന്നു. ഈ പരിഹാര പ്രവർത്തികൾ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് അതേ മനുഷ്യന്റെ പുണ്യപ്രവർത്തികൾ ദൈവത്തിന്റെ മുമ്പാകെ കറ പുരണ്ട തുണി എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഏത് പുണ്യപ്രവൃത്തിയും ദൈവത്തിന്റെ മുമ്പാകെ കറ പുരണ്ട തുണി. മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിച്ചത്, എനിക്ക് പാപമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടോ? ആരാണ് ഇച്ഛിക്കുന്നത്? പാപമുണ്ടെങ്കിൽ അതിന് ചില പ്രത്യക്ഷമായ അടയാളങ്ങളുണ്ട്. മനുഷ്യൻ പാപിയാണോ എങ്ങനെ തിരിച്ചറിയാം? അവന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയത്തില്ല, അവന്റെ വസ്ത്രം നോക്കി, വീട് നോക്കി, വാഹനം നോക്കി അവന് പറയാൻ കഴിയത്തില്ല ഒരുവൻ പാപിയാണോ അല്ലയോ എന്ന്. ഒരുവന് പാപമുണ്ടോ എങ്ങനെ തിരിച്ചറിയാം? ബൈബിൾ പറയുന്നത് പാപം ചെയ്ത ദേഹി മരിക്കും, അഥവാ പാപത്തിന്റെ ശമ്പളം മരണം. ഇന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് ഇന്ന് മരിക്കാത്തവരായി ആരും ലോകത്തിലില്ല. എന്താണത് വിളിച്ചു പറയുന്നത്? പാപത്തിന്റെ ശമ്പളം മരണമെങ്കിൽ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം സകല മനുഷ്യരിലും വാഴുന്നു. ബൈബിൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ച മനുഷ്യൻ മെഥൂശലേക്കാണ്. അദ്ദേഹം 969 വർഷം ജീവിച്ചു. ആയുസ് മനുഷ്യന്റെ കുറഞ്ഞു വന്ന് ഇന്ന് അത് 35 40 വയസ്സിനകത്ത് പെട്ടെന്ന് മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് കാണുന്നത്. എന്താണ് പറയുന്നത്? മരണത്തിനൊരു ഉത്ഭവമുണ്ട്. എന്താണ് മരണം? എങ്ങനെയാണ് ലോകത്തിൽ വന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു പാപം ചെയ്ത ദേഹി മരിക്കും. അപ്പോൾ പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തെ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവവുമായി അവന് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തന്റെ ഓമനകുമാരനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഈ ലോകത്തിലേക്ക് ദൈവം യേശുവിനെ ഇന്നേക്ക് 2025 പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണ ലോകത്തിലേക്ക് അയച്ചുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ യേശു ഈ ലോകത്തിലേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കന്യകയിൽ ഭൂജാതനായി എന്നാണ് ദൈവവചനം പറയുന്നത്. യേശു ലോകത്തിൽ വന്നു 33.5 വർഷം ഈ ലോകത്തിൽ പാർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടുന്ന് ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചു. അതിൽ 3.5 വർഷം താൻ ഇവിടെ തന്റെ ശുശ്രൂഷകൾ തികച്ചു. ലോകത്തിന്റെ പാപപരിഹാര മാർഗങ്ങൾ യേശു പറഞ്ഞു. ലോകത്തിന്റെ പാപത്തെ യേശു പരിഹാരം വരുത്തി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പാപികളായിരുന്ന അനേകരുടെ ജീവിതത്തിൽ യേശു പരിഹാരം വരുത്തിയതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അനേക രോഗികളെ യേശു സൗഖ്യമാക്കി, അനേക കുഷ്ഠരോഗികളെ യേശു സൗഖ്യമാക്കി. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാർക്ക് കേൾവി കൊടുത്തു. യേശു ക്രിസ്തു കാലത്തിന്റെ തികവെങ്കിൽ കാൽവരി ക്രൂശിൽ മരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതായിരുന്നു. യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ യേശു പാപത്തിന് പരിഹാരം വരുത്തി. ദൈവരാജ്യം പ്രസംഗിച്ച്
ഈ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ട് മരണത്തോടെ യേശുവിന്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചുവെങ്കിലും യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് തന്റെ ശിഷ്യന്മാർക്ക് ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം ഘോഷിക്കുവാൻ യേശു അധികാരവും കൽപ്പനയും നൽകി. നോക്കുക, യേശു മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തിരികെ വരും, ഞാൻ പോയതുപോലെ തിരികെ വരും. എന്തിനാണ് യേശു തിരികെ വരാൻ പോകുന്നത്? അതാണ് യേശുവിന്റെ വരവിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. കർത്താവാം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നത്, രണ്ടാമതും വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയല്ല. യേശു ഈ ലോകത്തിലേക്ക് വരുന്നത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ ഇവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും ഈ ലോകത്തിലേക്ക് വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഒന്നാമത്തെ വരവ് യേശു വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഒന്നാമത്തെ വരവ് യേശു ലോകത്തിലേക്ക് വന്നത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയ മനുഷ്യരെ വീണ്ടെടുക്കുവാനാണ് യേശു വന്നത്. യേശുവിന്റെ സെക്കൻഡ് കമ്മിങ്, യേശുവിന്റെ രണ്ടാമത്തെ വരവ് എല്ലാവർക്കും വേണ്ടിയല്ല വരാൻ പോകുന്നത്. യേശുവിന്റെ രണ്ടാമത്തെ വരവ് തനിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് യേശു രണ്ടാമത് വരാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി പറയണമെന്ന് യേശു പറയുന്നതിന്റെ കാരണം, ഒന്നാമത്തെ വരവ് പാപികൾക്ക് വേണ്ടിയായിരുന്നു. യേശുവിന്റെ ഒന്നാം വരവ് പാപികൾക്ക് വേണ്ടിയായിരുന്നു. ഒന്നാം വരവിൽ കർത്താവിന്റെ വചനം കേട്ട് കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുന്ന, അവിടുത്തെ കൽപ്പനകളിൽ വിധേയപ്പെടുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാനാണ് യേശു രണ്ടാമതും വരാൻ പോകുന്നത്. യേശുവിന്റെ വരവിന് വേണ്ടി ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെ ഒരുങ്ങണമെന്നാണ് പറയുന്നത്? മാലിന്യവും ചുളുക്കവും വാട്ടമൊക്കെ മാറി ഒരു മനുഷ്യൻ ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ ഒന്നാം വരവിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഒരുക്കപ്പെടലിന്റെ സന്ദേശമാണ്. അത് നമ്മെ ശുദ്ധീകരിക്കുന്ന സന്ദേശമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരുങ്ങേണ്ടത്? ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. യേശുവിന്റെ വരവിന് വേണ്ടി ഒരു മനുഷ്യന്റെ ഒരുക്കത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. എന്താണ് ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാർത്ത, ഒരു വാക്ക് ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം മാനസാന്തരം എന്ന് പറയുമ്പോൾ ആളുകൾ ഇന്ന് അതിനെ വികലമായിട്ടാണ് കാണുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് വെള്ള ഷർട്ട് ഇടുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് കാതിലെ കുണുക്കഴിക്കുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് ക്ലീൻ ഷേവ് ചെയ്യുന്നതല്ല. മാനസാന്തരം എന്ന് പറയുന്നത് വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ അതൊരു മരണമാണ്. അതൊരു മരണമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന മരണമാണ്. എന്താണ് ഈ മരണം എന്ന് പറയുന്നത്? അത് അക്ഷരീക മരണമല്ല, അത് ശാരീരിക മരണമല്ലത്. അത് പാപം സംബന്ധിച്ച് ഉള്ള ഒരു മനുഷ്യന്റെ ദൈവമുമ്പാകെ എടുക്കുന്ന തീരുമാനത്തിൽ പഴയ മനുഷ്യൻ ഇല്ലാതെയാകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് പുറമേയല്ല മാനസാന്തരത്തിന്റെ രൂപാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തിന്റെ രൂപാന്തരം പുറമേ അത് കാണുമെങ്കിലും അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അകമേ ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ മാനസാന്തരം. 10 ബീഡി വലിക്കുന്നയാള് 8 എണ്ണം വലിച്ചിട്ട് 2 ഉപേക്ഷിച്ചിട്ട് 8 വീണ്ടും വലിക്കുന്നതല്ല മാനസാന്തരം. അല്ലെങ്കിൽ 10 സിഗരറ്റ് വലിക്കുന്ന ഒരാള് 9 എണ്ണം ഉപേക്ഷിച്ചിട്ട് 1 വലിക്കുന്നതല്ല മാനസാന്തരം. എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? പഴയ മനുഷ്യൻ മരിക്കുക എന്നുള്ളതാണ്. എന്താണ് മാനസാന്തരം? പഴയ ഈ ലോകത്തിന്റെ മനുഷ്യനെ അവന്റെ സകല മോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക എന്നുള്ളതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരത്തിന്റെ അനുഭവത്തെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ദൈവവചനം പഠിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു 1-2 നല്ല ഉദാഹരണങ്ങൾ വളരെ ശക്തമായിട്ട് കർത്താവിന്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ. നിങ്ങൾക്കറിയാം, അദ്ദേഹം ചതിച്ചാളുകളെ പണം കൈക്കലാക്കിയിരുന്ന മനുഷ്യനാണ്. പലിശയ്ക്ക് പണം കൊടുത്ത് അധികം സമ്പാദിച്ചിരുന്ന മനുഷ്യനാണ്. അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. യേശുവിനെ കാണുവാൻ അയാൾ പൊക്കം കുറഞ്ഞത് കൊണ്ട്, ആളുകളുടെ ഇടയിൽ നിന്നും യേശുവിനെ കാണുവാൻ കഴിയാതിരുന്നത് കൊണ്ട് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. യേശു ആ വഴിയായി നടന്നു വന്നപ്പോൾ
അത്തിയുടെ ചോട്ടിൽ വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വരിക എന്ന്. ഇന്ന് ഇതിന്റെ അകത്തൂടെ നൽകുന്ന, ഈ വാക്കിലൂടെ നൽകുന്ന ഒരു വലിയ ഒരു സന്ദേശമുണ്ട്. ഒരാളെങ്കിലും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ, ഒരാളെങ്കിലും യേശുവിന്റെ സഹായം ആവശ്യപ്പെട്ടാൽ, ഇന്ന് രാത്രിയിൽ പുരോഹിതൻ കണ്ടില്ലെങ്കിലും, കാണേണ്ടവരൊക്കെ കാണാതെ പോയാലും, ഇന്ന് രാത്രിയിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിവിധ വിഷയങ്ങളിൽ നിങ്ങൾ നീറുന്ന വ്യക്തിയായിരിക്കാം, തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ആരെന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ നിലവിളിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ തകർച്ചകളും നിരാശകളും സങ്കടങ്ങളും അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഷയങ്ങളിൽ നിന്നും മറുപടി നൽകുവാൻ കർത്താവിന് കഴിയുമെന്ന് ഇന്ന് രാത്രിയിൽ നാം മറന്നു പോകരുത്. അതുകൊണ്ട് യേശു സക്കായിയെ കണ്ട് ഇറങ്ങി വന്നു. യേശുവും സക്കായിയും തമ്മിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി, ഒരു കൂടിക്കാഴ്ച നടന്നു അവിടെ. അതെ, ആ കൂടിക്കാഴ്ച തന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി. യേശുവിനെ കാണുന്ന ഒരാളുടെ ജീവിതത്തിൽ അവൻ മീശ വടിച്ചത് കൊണ്ടോ, വെള്ളയൊടുപ്പിട്ടത് കൊണ്ടോ, കാത് കമ്മൽ കുണുക്കുകൾ ഊരിയത് കൊണ്ടോ ആകുന്നില്ല. അതിനപ്പുറത്ത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകുന്നു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതേ, സക്കായി പറയുന്നു, ഞാൻ ചലിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പറ്റിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരട്ടി കൊടുക്കാം. തന്നെയുമല്ല, എന്റെ സമ്പത്തിന്റെ പകുതിയോളം അല്ലെങ്കിൽ അതിനത്രയധികം ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് സക്കായി യേശുവിന്റെ മുമ്പാകെ പറവാനിടയായി തീർന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഒരു എൻകൗണ്ടർ, യേശുവുമായിട്ട് ഒരു എതിരീതിയിൽ നടന്നാൽ അവന്റെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകണം. അപ്പോഴാണ് മാനസാന്തരം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അവിടെ പ്രസക്തമായി മാറുന്നത്. മതം മാറിയത് കൊണ്ടാകുന്നില്ല, സംഘടന മാറിയത് കൊണ്ടാകുന്നില്ല, സഭ മാറിയത് കൊണ്ടും മാനസാന്തരം ഉണ്ടാകണമെന്നില്ല. മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ യേശു ജീവിതത്തിൽ വരണം. പഴയ പാപങ്ങളെ നാം ഏറ്റുപറയേണ്ടതുണ്ട്. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ ബൈബിൾ അതിനെ മരണമെന്നാണ് പറയുന്നത്. പഴയ മനുഷ്യന്റെ മരണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു കഥ ഞാൻ വായിച്ചത്. ട്രെയിനിലൂടെ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ ചീട്ട് കളിക്കുന്ന ആളുകൾ, നമുക്കറിയാമല്ലോ ട്രെയിനിലെ പ്രധാന നേരം പോക്കുള്ള ഒന്നാണ് ചീട്ട് കളി എന്നുള്ളത്. ഇപ്പോൾ എനിക്കറിയില്ല, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ചീട്ട് കളിച്ചപ്പോൾ ഒരാളെ തികയില്ല, ഒരാളുടെ കുറവുണ്ട്. അപ്പോൾ അടുത്തൊരു മനുഷ്യൻ കറുത്ത ബൈൻഡിട്ട ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ വിളിച്ചു, സുഹൃത്തെ, ഒരു കൈ ഞങ്ങളുടെ കൂടെ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കൈ കൊണ്ടുവന്നിട്ടില്ല എന്ന്. അവർക്ക് ആകാംക്ഷയായി, എന്ത്, നിങ്ങൾ കൈ കൊണ്ടുവന്നിട്ടില്ലെന്നോ? അപ്പോൾ ഈ കാണുന്ന കൈകൾ ആരുടേതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്റേതല്ല, ഇത് മറ്റൊരാളുടേതാണ്. അപ്പോൾ അവർക്ക് ജിജ്ഞാസയായി, എന്താണ് കാരണമെന്ന്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അത് വിശദീകരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാവിയായ, അല്ലെങ്കിൽ ചീട്ടുകളിയനായ, കുടിയനായ ഒരു പാവിയായ മനുഷ്യനായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ട നാളിൽ എന്റെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ യേശുവുമായിട്ടൊരു തീരുമാനമെടുത്തു. എന്റെ കൈയും കാലും, എന്റെ കണ്ണും ഹൃദയവും എല്ലാം ഞാൻ യേശുവിന് സമർപ്പിക്കുവാനിടയായി തീർന്നു. ഇനി ഇതെന്റേതല്ല. ആ സമർപ്പിച്ച നാളുകൾ മുതൽ എന്നിലൊരു മരണം നടന്നു. പഴയ മനുഷ്യൻ, പഴയ മോഹിക്കുന്ന മനുഷ്യൻ, പഴയ പാപത്തിന്റെ മനുഷ്യൻ, പഴയ വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, വെറിക്കൂത്തുകളെ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ അവിടെ മരിച്ചു കഴിഞ്ഞു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിന്റെ അനന്തര ഫലങ്ങളാണ് കേട്ടോ. ഒരുപക്ഷെ മീശ മടിക്കുന്നതോ, വെള്ള ഷർട്ട് ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ ആഭരണം ഊരുന്നതോ ഒക്കെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അത് മാനസാന്തരം എന്ന് പറയുന്നത് അകമേ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു രൂപാന്തരമാണ്. അകമേ രൂപാന്തരപ്പെടുന്ന മനുഷ്യന്റെ രൂപാന്തരം അത് പുറമേ വന്നിരിക്കും. അതിൽ പറയുന്നതൊക്കെ അവനിൽ സംഭവിച്ചിരിക്കാം. പക്ഷെ ഒരു കാര്യം, അകമേ രൂപാന്തരപ്പെടുക, അകമേ ഒരു മരണം നടക്കുക, പഴയ പാപങ്ങളിൽ നിന്ന് ഒരു വിടുതലേറ്റെടുക്കുക. അങ്ങനെയുള്ള മനുഷ്യന്റെ മരണം എന്ന് പറയുന്ന മാനസാന്തരം നിൽക്കുമ്പോൾ അടുത്തത് ആ പഴയ മനുഷ്യനെ നാം കുഴിച്ചിടണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ഉടനെ നമ്മൾ എന്തോ ചെയ്യും? ചില മണിക്കൂറുകൾക്കകത്ത് അവനെ കൊണ്ടുപോയി കുഴിച്ചിടും. ചിലർ പറയും, അപ്പോൾ നമ്മൾ പറയുക, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ ഈ മരിച്ച വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തി പറയുകയാണ്, ഞാനിപ്പോൾ തൽക്കാലം കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കുഴിച്ചിടത്തില്ല. നോക്കൂ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ വന്ന് പാട്ടുപാടും, ചില മണിക്കൂറുകൾ ചുറ്റിനുമിരിക്കും. നിങ്ങളുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ ആ വ്യക്തി പങ്കാളിയാകും. പക്ഷെ നേരത്തോട് നേരം കഴിയുമ്പോൾ അവനെ കുഴിച്ചിട്ടേ ഒക്കത്തുള്ളൂ.
കുഴിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല നടക്കാൻ പോകുന്നത്. കുഴിച്ചിട്ടില്ലെങ്കിൽ കേസ് വരാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, പോലീസ് സ്റ്റേഷനുകൾ, അതെ, അല്ലെങ്കിൽ കളക്ടറുടെ ഓഫീസിൽ നിന്ന്, അധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുക മാത്രമല്ല, ഭീകരമായ കുറ്റത്തിന് ഒരുപക്ഷെങ്കിൽ ജയിലറയിൽ പോകേണ്ടി വരും. കാരണം എന്താണ്? മരിച്ചാൽ കുഴിച്ചിടണം, അത് ലോകത്തിന്റെ വ്യവസ്ഥയെങ്കിൽ. എന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ടോ, എന്ന് നിങ്ങൾ നിങ്ങളുടെ പാപമേറ്റു പറഞ്ഞോ, എന്ന് ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചോ, ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ യേശുവേ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി, പഴയ മനുഷ്യനായി. അടുത്തത് ആ മനുഷ്യനെ കുഴിച്ചിടുക. അതാണല്ലോ നാം പറഞ്ഞ സ്നാനം. അതിന്റെ പേരാണ് വേദപുസ്തകത്തിൽ സ്നാനം എന്ന അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് വേണം അത് ചെയ്യുവാൻ. അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ പറയാം. നോക്കുക, പാപത്തിന്റെ, പഴയ മനുഷ്യന്റെ, പഴയ പാപ മനുഷ്യന്റെ കുഴിച്ചിടിയിൽ എന്ന പോലെ റോമാലേഖനം 6-ാം അധ്യായം പറയുന്ന പഴയ മനുഷ്യനെ അതേ വെള്ളത്തിലേക്ക് കുഴിച്ചിടുകയാണ്. ഒരുവൻ അതേ വെള്ളത്തിലേക്ക്, ജലാശയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, അവൻ വെള്ളത്തിലേക്ക് അവനെ നിമജ്ജനം ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിലെ ചിന്ത എന്താണെന്നറിയാമോ? ഇതാ എന്റെ പാപത്തിന്റെ പഴയ മനുഷ്യനെ, പഴയ വഴക്കുണ്ടാക്കുന്ന പ്രശ്നക്കാരനായ, മദ്യപാനിയായ, അതേ കള്ളുവീരനായ, കഞ്ചാവ് വീരനായ, ലഹരി വീരനായ ആ പഴയ മനുഷ്യനെ ഞാനിതാ വെള്ളത്തിലേക്ക് മുക്കി കുഴിച്ചിടുന്നു. അടുത്തത് പറയുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. സ്നാനപ്പെട്ട വ്യക്തി പിന്നെ എന്താ നടക്കേണ്ടതെന്നറിയാമോ? എങ്ങനെ നടക്കണമെന്നറിയാമോ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അവൻ ജലാശയത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുമ്പോൾ അവന് കളർ വ്യത്യാസം ഉണ്ടാകത്തില്ല. അവന്റെ മൂക്കിന് നീളം കുറയുക കൂടുകയോ ചെയ്യുകയില്ല. അവന്റെ തലമുടിക്ക് അത് കളറിന് വ്യത്യാസം വരികയില്ല. അതിനാൽ താഴെ മനുഷ്യനെ അവൻ വെള്ളത്തിൽ കുഴിച്ചിട്ടു. വീണ്ടും എഴുന്നേൽക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതാണ് വേദപുസ്തകം പറയുന്ന ആഫ്റ്റർ സ്നാനത്തിനപ്പുറത്ത് ഒരു മനുഷ്യന് സംഭവിക്കേണ്ട അടുത്ത കാര്യം. ജീവന്റെ പുതുക്കത്തിൽ നടക്കുക, ജീവന്റെ പുതുക്കത്തിൽ ജീവിക്കുക. അത് സംസാരത്തിൽ പുതുക്കം, ഇടപാടുകളിൽ പുതുക്കം, അയലോക്കംകാരുമായിട്ടുള്ള ബന്ധത്തിൽ പുതുക്കം. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സ്നാനം കുളത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അമാതൃകയായിട്ടാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ചോദ്യം, ജീവിതത്തിൽ നിനക്ക് പുതുക്കമുണ്ടോ? പഴയ സ്വഭാവത്തിന് മാറ്റമുണ്ടോ? പഴയ വാക്കുകൾക്ക് മാറ്റമുണ്ടോ? അതോ ഇന്നും സ്നാനപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ? പഴയെല്ലാം പഴയപടി. അതാണോ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. ജീവിതത്തിൽ രൂപാന്തരപ്പെടുക. ഒരു ഭാഗവും കൂടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ കാര്യമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ഇവിടെ പ്രാർത്ഥിച്ച് ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്ക് കീഴടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങൾക്ക് എനിക്കും അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയമായിരിക്കും, അമ്പേ പരാജയമായിരിക്കും. എന്താണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് ബൈബിൾ പറയുമ്പോൾ അതേ പിതാവായ ദൈവം ഈ ലോകത്തോട് ഇടപെട്ടു, പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കരേറി പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയിട്ട് കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നു, അത് പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല പോലെ ഏകദേശം 120 പേർ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ ആത്മാവരുടെ മേൽ ഇറങ്ങി വന്നു എന്ന് വചനം പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പരിശുദ്ധാത്മാവ് നോക്കൂ, രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പാപമേറ്റു പറഞ്ഞ ഒരു മനുഷ്യൻ, വെള്ളത്തിലിറങ്ങി പഴയ മനുഷ്യനെ കുളിച്ചിട്ട് സ്നാനപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ആത്മശക്തിയിലല്ലാതെ യേശുവിന്റെ ഹിതപ്രകാരം നിങ്ങൾക്കും എനിക്കും ജീവിക്കുവാൻ കഴിയത്തില്ല. പാപത്തോട് പോരാടണമെങ്കിൽ, പാപത്തിന്റെ മോഹത്തോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ആത്മശക്തിയിലാണ് അതേ നമുക്ക് അങ്ങനെ ഒരു ജീവിതം സാധ്യമാകുകയുള്ളൂ. ആത്മശക്തി ഇല്ലെങ്കിൽ പഴയ ലോക മനുഷ്യൻ ജീവിക്കുന്നത് പോലെ നാം ജീവിക്കും. നോക്കൂ, എന്റെ ഒരു ചോദ്യം, നിങ്ങളുടെ ചെകിടിന് ഒരാൾ അടിക്കുമ്പോൾ തിരിച്ചടിക്കാനാണോ അടിക്കാതിരിക്കാനാണോ ഏറ്റവും എളുപ്പം? നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ വന്ന് വളരെ മോശമായ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതിനോട് തിരിച്ചു പറയാനാണോ നിങ്ങൾക്ക് എളുപ്പം? നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനാണ് എളുപ്പം? ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് തിരിച്ചു പറയാനാണ് എളുപ്പം, നിങ്ങൾക്ക് തിരിച്ചടിക്കാനാണ് എളുപ്പം. എന്നാൽ ആത്മാവ് പ്രാപിച്ച ഒരു മനുഷ്യന്റെ പ്രത്യേകത,
പ്രത്യേകത. അത് സമാധാനം. സാവധാനമായി അവൻ കേട്ടിരിക്കും. അവൻ പ്രതികരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് അതിനെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള കൃപ അവന്റെ ജീവിതത്തിൽ നൽകും. കണ്ണിനോടും ചെവിയോടും ഹൃദയത്തോടും ഒക്കെ പോരാടുന്ന ഈ ലോകത്തിന്റെ മോഹത്തെ ജയിക്കണമെങ്കിൽ ആത്മശക്തിയിലല്ലാതെ ഒരു മനുഷ്യന് കഴിയുകയില്ല. സകലത്തെയും ഈ മണ്ണ് ഭൂമിയിലേക്ക് വലിച്ചിടുകയാണ്. തേങ്ങ വീണാൽ അത് താഴെ വീഴും. കയ്യിലിരിക്കുന്ന പേന വീണാൽ അത് താഴേക്ക് വീഴും. കയ്യിലിരിക്കുന്ന ഫോണ് താഴേക്ക് വീണാൽ അത് താഴേക്കാണ് വീഴുന്നത്. കാരണം എന്താണ്? ഭൂമി സകലത്തെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സാധനത്തെ പോലും മുകളിലേക്ക് പോകുവാൻ ഭൂമി അനുവദിക്കുന്നില്ല. കാരണം ഇതിന് ഒരു ഗുരുത്വാകർഷണമുണ്ട്. ചന്ദ്രനിൽ ചെന്നാൽ അവിടെ ഗുരുത്വാകർഷണമില്ല. അതുകൊണ്ടാണ് ശൂന്യാകാശത്തിൽ ചെല്ലുമ്പോൾ, ചന്ദ്രനിൽ ചെല്ലുമ്പോൾ നമുക്കറിയാമല്ലോ, ആളുകൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് കാരണം? ഗുരുത്വാകർഷണമില്ല. അതിനെ ഇങ്ങനെ അവർക്ക് പറന്ന് നടക്കുവാൻ കഴിയും. ഭൂമി അങ്ങനെയല്ല. ഭൂമി സകലത്തെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. മുകളിലേക്ക് ഉയർന്നു പോകുവാൻ ഒറ്റയൊരുത്തനെയും ഭൂമി സമ്മതിക്കത്തില്ല. ഉയരത്തിലേക്ക് പോകുവാൻ ആരെയും ഭൂമി അനുവദിക്കത്തില്ല. ഭൂമി പറയും, നീ അങ്ങനെ പോകണ്ട, ഇവിടെ കിടന്നാ മതി, ഈ മണ്ണിൽ കിടന്നാ മതി. ഈ മണ്ണിന്റെ ആഗ്രഹം, ഈ മണ്ണിന്റെ ചിന്ത, തിന്നുക, കുടിക്കുക, പുതിയ വണ്ടി മേടിക്കുക, സിനിമകൾ കാണുക, കോമഡി ഷോ കാണുക, പൊട്ടിച്ചിരിക്കുക, വഴക്കുണ്ടാക്കുക, ചീത്ത വിളിക്കുക, പിന്നെ ഒന്നോട് പറയാ കുറെ പോത്തിറച്ചി കഴിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഭൂമി ഒരു മനുഷ്യൻ നൽകുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പോകാൻ ഭൂമി അനുവദിക്കത്തില്ല. മണ്ണ് സകലത്തെയും ആകർഷിക്കുമ്പോൾ ആത്മശക്തി പ്രാപിച്ച ഒരു മനുഷ്യന്റെ പ്രത്യേകത, ഒരു ഉദാഹരണം, ബഹിരാകാശ പേടകം അതിന്റെ ഓർബിറ്റിലേക്ക് വിടുന്ന നോക്കുക. എന്തുകൊണ്ടാണ് അത് ഉയരത്തിലേക്ക് പോകുന്നത്? ഭൂമിയിലേക്ക് വരാതെ ഉയരത്തിലേക്ക് പോകുന്നതിന്റെ കാരണം അത് മറ്റൊന്നുമല്ല, അതിന്റെ ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന ഒരു എഞ്ചിനുണ്ട്. ഭൂമിയുടെ ഭൂഗുരുത്വ ആകർഷണത്തെക്കാൾ അധികം ശക്തി അതിനുണ്ട്. താഴേക്ക് വലിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ എഞ്ചിൻ ഈ ഭാരത്തെ ആ ഓർബിറ്റിലേക്ക് തള്ളിക്കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് ജയിക്കുവാൻ കഴിയാത്ത ആഗ്രഹത്തെ അവന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മശക്തി അവന് ജയം നൽകുവാനിടയാകും. ആത്മശക്തിയാൽ അവൻ ജയാളിയാകുവാനിടയായി തീരും. ആത്മശക്തിയാൽ ഒരു മനുഷ്യന് ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപ നൽകും. അതാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് ബൈബിൾ പറയുന്നതിന് പ്രധാന കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ബോധ്യം നൽകും. എന്റെ വീട് ഇടുക്കി കട്ടപ്പനയിലായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ടൂറിസ്റ്റുകൾ ഇന്ത്യയുടെ വെളിയിൽ നിന്നും ഇന്ത്യക്കകത്തു നിന്നും പരിചയമില്ലാത്ത, ലോക്കൽ പരിചയമില്ലാത്ത ആളുകൾ ആ സ്ഥലത്തെത്തുമ്പോൾ ഗൈഡ് എന്നൊരാൾ കൂടെ പോകും. ആ ഗൈഡിനെ അനുസരിച്ച് നടന്നാൽ അവിടുത്തെ ചതിക്കുഴികളിൽ നിങ്ങൾ വീഴത്തില്ല, അവിടെ മൃഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പെടത്തില്ല. നിങ്ങൾക്ക് കൃത്യസ്ഥലത്ത് ചെല്ലുവാനും തിരികെ എത്തുവാനും കഴിയും. ഇതുപോലെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ ജീവിതത്തിൽ അടിപറ്റുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ കൃത്യമായി ഡെസ്റ്റിനേഷനിൽ അഥവാ ദൈവരാജ്യത്തിൽ നമുക്ക് കടപ്പാനിടയായി തീരും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ഇത്രയധികം പ്രാധാന്യം യേശു കൽപ്പിച്ചത്. 1, മാനസാന്തരപ്പെട്ട്, 2, സ്നാനപ്പെട്ട്, 3, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവിക കൂട്ടായ്മകൾ ആചരിച്ച് അതേ ദൈവവചനം ധ്യാനിച്ച് ഒരു മനുഷ്യൻ നീതിയോടെ ജീവിക്കുമ്പോൾ അവൻ ഈ ലോകക്കാരനല്ല. നോക്കൂ, ഒരു കടലിലൂടെ ഒരു മത്സ്യം യാത്ര ചെയ്യുമ്പോൾ ആ മത്സ്യത്തെ അതേ കടലിൽ വലവീശുന്ന ആളുകൾ അതിനെ കോരിയെടുത്ത് നിങ്ങളുടെ കറിച്ചട്ടിയിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ കഷണമാക്കി നിങ്ങളുടെ കറിച്ചട്ടിയിൽ അതിനെ നിക്ഷേപിച്ചു കഴിഞ്ഞ് അത് മുളകും അത് പുളിയും അതുപോലെ ആവശ്യമായ ചേർക്കേണ്ടതെല്ലാം ചേർത്തിട്ട് അവസാനം അല്പം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അമ്മച്ചി രുചിച്ചു നോക്കും. ചോദ്യം ഇതാണ്, അത് അമ്മച്ചിയുടെ ചിന്ത ഇതാണ്, ഇതിന് ഉപ്പുണ്ടോ? സാധാരണ ചോദ്യം. കടലിലൂടെ നടക്കുന്ന മത്സ്യത്തിന് എന്തിനാണ് ഉപ്പ് നോക്കുന്നത്? അത് വെള്ളത്തിലൂടെ ജീവിക്കുന്നതല്ലേ, ഉപ്പ് വെള്ളത്തിലല്ലേ അത് ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് അതിന് ഉപ്പിടുന്നത്? കാര്യം ഇത്രയേ ഉള്ളൂ, ഉപ്പ് വെള്ളത്തിലൂടെ ജീവിച്ചാലും ആ മത്സ്യത്തിന്റെ ഉള്ളിൽ അതേ ആ വെള്ളത്തിലെ ഉപ്പ് കയറുകയില്ല. കാരണം അതങ്ങനെയാണ് അതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ അകത്തെ ഉപ്പ് ആ മീനിന്റെ അകത്ത് കയറുകയില്ല. ആ ഉപ്പിൽ
നിന്നും അവൻ മാറി സഞ്ചരിക്കുവാനിടയായി തീരും. ആ ഉപ്പിലൂടെ പോകുമ്പോഴും അവന്റെ ചെറുളപ്പൂവിലാണ് ആ ഫിൽറ്ററിങ് നടക്കുന്നത്. അവന് വേണ്ടത് മാത്രം അകത്തേക്ക് വിടും. വെള്ളത്തിലൂടെ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഉപ്പുവെള്ളത്തിൽ ജീവിക്കുമ്പോഴും ഉപ്പ് തന്റെ ശരീരത്തിൽ പിടിക്കാത്തതുപോലെ ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും അവൻ ലോകത്തോട് അനുരൂപപ്പെടുവാൻ കഴിയത്തില്ല. അവൻ ലോകപ്രകാരം ഓടുന്നവനായിരിക്കുകയില്ല. ദൈവിക വിശുദ്ധിയോടെ ദൈവിക വേർപാടോടെ അവൻ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണമിടയായി തീരും. അങ്ങനെ ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇന്ന് രാത്രിയിൽ നമ്മൾ തുടങ്ങി വെച്ച ആ വിഷയം ഇതായിരുന്നു: യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് പാപികൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് പാപികൾക്ക് വേണ്ടിയല്ല, പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് പാപമേറ്റു പറഞ്ഞ് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ മക്കളുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങൾ ലോകത്തിൽ കണ്ടു തുടങ്ങി. രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകുന്നു. ആകാശത്തിൽ അത്ഭുതകരമായ കാഴ്ചകൾ കാണുന്നു. രാഷ്ട്രീയപരമായി യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങുന്നു. യേശുവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ഒന്നാം വരവ് യേശുവിന്റെ വരവ് ഭൂമിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ വരവ് യേശു ഭൂമിയിലേക്ക് വരികയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. തെസ്സലോനിക്ക ലേഖനം പറയുന്നത് കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ അത് ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും അതേ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ എടുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഭൂമിയിലല്ല, യേശുവിന്റെ രണ്ടാമത്തെ വരവ് മധ്യാകാശത്തിലാണ്. മധ്യാകാശത്തിൽ യേശുക്രിസ്തുവിന്റെ വരവ് ആസന്ന ഭാവിയിൽ നടക്കുമെന്ന് ദൈവവചനം പറയുമ്പോൾ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ നീതിയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ കർത്താവ് അതേ ഈ ആകാശ വിധാനത്തിന് മേഘത്തിങ്കൽ എടുക്കപ്പെടുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. കർത്താവിന്റെ വരവെങ്കിൽ തള്ളപ്പെട്ടു പോയാൽ, കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്നു പൈശാചികന്റെ കിരാതമായ ഒരു വാഴ്ച ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം ആസന്നിഗ്ധമായിട്ട് വിളിച്ചു പറയുന്നു. യേശുവിന്റെ വരവ് അത് ആസന്നമായിരിക്കുമ്പോൾ യേശുവിന്റെ വരവിന് വേണ്ടി ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു. യേശുവിന്റെ വരവിന് വേണ്ടി രാഷ്ട്രീയ സംഭവങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. യേശുവിന്റെ വരവിന് വേണ്ടി പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലാണെന്ന് പറയുന്ന താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാത്രിയിൽ ഒരുങ്ങുവാനുള്ള അവസരമാണ്. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഗംഭീരനാദം ഉയർന്നാൽ ആകാശവിധാനത്തിങ്കൽ അത് മരിച്ചവർ അമേൻ ഉയർക്കപ്പെടുന്ന ജീവനോടിരിക്കുന്നവരായവർ രൂപാന്തരപ്പെടുന്ന ആ കാഹളനാദം കേട്ടാൽ താങ്കൾ എടുക്കപ്പെടുമോ? താങ്കൾ അതിന് ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വളരെ വളരെ ആഗ്രഹത്തോടെ വളരെ ക്ഷമയോടെ വളരെ ഭാരത്തോടെ ഞങ്ങൾ പറയട്ടെ, യേശു നിങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ കർത്താവ് അങ്ങയുടെ വരവിന് വേണ്ടി എനിക്ക് ഒരുങ്ങുവാൻ ആഗ്രഹമുണ്ട്, എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറയുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെയുള്ളവർ ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് ആ വലങ്കരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാമോ? യേശുവിനോട് പറയാമോ, ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ രക്ഷകനായി എന്റെ കർത്താവായി ഇന്ന് രാത്രിയിൽ എന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ മകനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ മകളാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും? നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ആ വലങ്കരം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കുമോ? ഇന്ന് രാത്രിയിൽ എന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ താങ്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഏസരിക്ക് ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. എനിക്കും എന്റെ ജീവിതം കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട്. പ്രാർത്ഥനയിൽ എനിക്ക് കുറവ് വന്നിട്ടുണ്ട്, ആരാധനയിൽ എനിക്ക് കുറവ് വന്നിട്ടുണ്ട്, ദൈവവചന ധ്യാനത്തിൽ എനിക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ. ഒന്നുകൂടെ എന്റെ കർത്താവിനോട് അടുത്തു വരുവാൻ, അല്പം കൂടെ ചേർന്ന് നിൽക്കുവാൻ എന്നെ ചേർത്ത് വിളിക്കണമേ എന്ന് നിങ്ങൾ
നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളും നിങ്ങളുടെ വലങ്കരം നെഞ്ചോട് ചേർത്ത് പിടിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവോ? എന്റെ പാപത്തെ ഞാൻ ഏറ്റുപറയുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടും പാപമേറ്റു പറഞ്ഞിട്ടും ഇതുവരെയും എനിക്ക് സ്നാനപ്പെടുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ അതിനുള്ള അവസരം എനിക്ക് തരണമേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ? ആ വലങ്കരം നെഞ്ചോട് ചേർത്ത് പിടിക്കൂ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രിയിൽ ഈ മഴയുടെ അസ്വസ്ഥതയുടെ മധ്യത്തിലൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഈ ദേശത്തോട് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഒരാളെങ്കിലും അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കർത്താവിനെ സ്വീകരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു, ഈ രാത്രിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു, എന്നെ ദൈവകരങ്ങളിൽ തരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ നെഞ്ചോട് ചേർത്ത് കരം പിടിച്ച് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. വിശേഷിച്ചാൽ ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ജീവിതത്തില് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും വിശുദ്ധ ജീവിതത്തിലും ഏതെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഒക്കെ വന്ന് വേദനിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വചനം ധ്യാനിക്കുവാൻ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ദൈവമക്കളും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഇന്ന് രാത്രിയിൽ ആ കെട്ടുകളെ ദൈവം അഴിച്ചു കളയണമേ, ആ ബന്ധനങ്ങളെ ഈ രാത്രിയിൽ അഴിച്ചു കളയണമേ. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ പ്രതലത്തിലേക്ക് കയറുവാൻ, യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ ധ്യാനത്തിലേക്ക് കയറുവാൻ, ഒരു പുതിയ ആരാധനയുടെ മണ്ഡലത്തിലേക്ക് കയറുവാൻ ദൈവകുഞ്ഞുങ്ങളെ സഹായിക്കണമേ. വിശേഷിച്ചാൽ ഈ ദേശത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ദൈവം മാനിക്കണമേ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രായമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. ഈ ദേശത്തു നിന്ന് മാറാവ്യാധികൾ മാറണമേ, പ്രകൃതി ദുരന്തങ്ങൾ മാറണമേ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ മാറണമേ. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ